Hi dear students, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ റോബോട്ടിക്സിൻ്റെ മൊഡ്യൂൾ 2 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൊഡ്യൂൾ 2 കവർ ചെയ്യുന്ന പോർഷൻസ് ഡ്രൈവ്സും അതുപോലെ തന്നെ പവർ ട്രാൻസ്മിഷൻ സിസ്റ്റംസുമാണ്. ഡ്രൈവ്സ് ആൻഡ് ഓർ ആക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് റോബോട്ട് മാനിപ്പുലേറ്ററിൻ്റെ മസിൽസായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ദറ്റ് ഈസ് ലിങ്ക്സ് ആൻഡ് ജോയിൻറ്റ്സ് ഉൾപ്പെടുന്ന അതിൻ്റെ സ്കെൽട്ടന് മൂവ്മെൻറ്റിന് ആവശ്യമായ എനർജി പ്രൊവൈഡ് ചെയ്യലാണ് ആക്ച്വേറ്റേഴ്സിൻ്റെയും ഓർ ഡ്രൈവ്സിൻ്റെ ഫങ്ഷൻസ് വരുന്നത്. അങ്ങനെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന എനർജിയെ ആക്ച്വേറ്ററുകളിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന എനർജിയെ റോബോട്ടിൻ്റെ ആവശ്യമായ ഏത് ജോയിൻസിലേക്കാണോ അല്ലെങ്കിൽ ഏത് ലിങ്കിലേക്കാണോ എനർജി ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് എനർജി സോഴ്സിൽ നിന്നും ആ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റിലോട്ട് മൂവ് ചെയ്യേണ്ടതുണ്ട്. അതിന് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള പവർ ട്രാൻസ്മിഷൻ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് മൊഡ്യൂൾ 2-നകത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഡ്രൈവ്സ് ഓർ ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഹൈഡ്രോളിക്, ന്യൂമാറ്റിക്, ഇലക്ട്രിക് ടൈപ്സ്. ഇലക്ട്രിക്കൽ ടൈപ്പ് ആക്ച്വേറ്റേഴ്സിനകത്ത് വരുന്നതാണ് DC മോട്ടർ, സെർവോ മോട്ടർ, സ്റ്റെപ്പർ മോട്ടർ തുടങ്ങിയിട്ടുള്ള മോട്ടേഴ്സ്. ഓക്കെ, പിന്നെ ഹൈഡ്രോളിക് മോട്ടർ നമുക്കറിയാം. ഇപ്പോൾ ബസ്സിൻ്റെയൊക്കെ ഡോർസ്, ഹൈഡ്രോളിക് ഡോറുകൾ വരുന്നുണ്ട്. ഒരു പിസ്റ്റൺ പ്രസ് ചെയ്താൽ തന്നെ ഡോർ ഓപ്പൺ ചെയ്യുകയും നമുക്ക് അത് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. JCBയുടെ അതിൻ്റെ ആംസ് വർക്ക് ചെയ്യുന്നതൊക്കെ ഹൈഡ്രോളിക് യൂസ് ചെയ്തിട്ടാണ്. അതിനേക്കാളൊക്കെ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മറ്റൊരു പവർ ജനറേഷൻ ഓർ ട്രാൻസ്മിഷൻ മെത്തേഡാണ് ന്യൂമാറ്റിക് ഡ്രൈവ്സ് എന്ന് പറയുന്നത്. ന്യൂമാറ്റിക്കിനകത്ത് പവർ ട്രാൻസ്മിഷന് വേണ്ടി അതിൻ്റെ മീഡിയം യൂസ് ചെയ്യുന്നത് എയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കംപ്രസേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ബോർവെൽ ഒക്കെ നിർമ്മിക്കുമ്പോൾ അത്രയും ആഴത്തിലേക്ക് ഈ എൻജിനെ, അതിൻ്റെ എന്താ പറയുക, പിസ്റ്റൻസിനെ താഴോട്ട് കൊണ്ടുപോകാൻ അതിനാവശ്യമായ എനർജി കൊടുക്കാനൊക്കെ ന്യൂമാറ്റിക് ഡ്രൈവ്സാണ്, ആക്ച്വേറ്റേഴ്സാണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി ഇത്തരത്തിൽ ഡ്രൈവുകളിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന എനർജിയെ മറ്റു പോയിന്റുകളിലേക്ക് കൊണ്ടുപോകാൻ ഗിയർ സിസ്റ്റംസ് ഉപയോഗിക്കുന്നു. ഓക്കെ, അതാണ് നമ്മുടെ മൊഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ടിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഫിഗറിനകത്ത് കാണിക്കുന്നത് പോലെ റോബോട്ടിൻ്റെ ആം മൂവ് ചെയ്യാൻ തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള മോട്ടേഴ്സ് ഡ്രൈവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇത് മേ ബി ഇലക്ട്രിക്കൽ, ഹൈഡ്രോളിക് ഓർ ന്യൂമാറ്റിക്. മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡ്രൈവ്സ് ന്യൂമാറ്റിക് ആണ്. ലെസ് എഫിഷ്യൻറ്റ് ഇലക്ട്രിക്കൽ ടൈപ്പ് ഡ്രൈവ്സ് ആണ്. കാരണം ഇലക്ട്രിക്കൽ ടൈപ്പ് ഡ്രൈവ്സിന് ഫ്രിക്ഷൻ, കൊറോഷൻ അങ്ങനെയൊക്കെ തുടങ്ങി തേയ്മാനങ്ങൾ സംഭവിക്കുക, അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് സംഭവിക്കാം. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഹൈഡ്രോളിക്കിനകത്തും ന്യൂമാറ്റിക്കിനകത്തും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഡ്രൈവ്സ് നമ്മൾ ഒരു പക്ഷേ ഒരു 100 തവണ അത് ഒരേ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിൻ്റെ തേയ്മാനങ്ങളൊക്കെ സംഭവിച്ച് അത് വീക്കായി പിന്നീട് അതിൻ്റെ ഒരു എഫിഷ്യൻസി നമുക്ക് കിട്ടാതെ വരും. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാണ് 100 എന്നുള്ളത്. എന്നാൽ ഹൈഡ്രോളിക് എന്നുള്ളത് നമുക്ക് എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റഡ് ആക്ഷൻസ് ചെയ്ത് കഴിഞ്ഞാലും ഇതിനൊരു വീക്ക്നെസ്സും സംഭവിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഡ്രൈവ്സ്. അപ്പോൾ ഈ ഫിഗറിനകത്ത് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ഹൈഡ്രോളിക് ഡ്രൈവ്സ് ആണ്. ഇപ്പോൾ ഈ ഫിഗറിനകത്ത് കാണിക്കുന്നതാണ് ഹൈഡ്രോളിക് ഡ്രൈവിൻ്റെ ഒരു ഫിഗറാണ്, സ്കീമാറ്റിക് ഡയഗ്രമാണ് ഫിഗറിനകത്ത് കാണിച്ചിട്ടുള്ളത്. അതിനകത്തൊരു ഓയിൽ ടാങ്ക് ഉണ്ട്, ദെൻ ഫിൽറ്റർ, പമ്പ്, ചെക്ക് വാൾവ്, റിലീഫ് വാൾവ്, അക്യുമുലേറ്റർ, ഡയറക്ഷണൽ കൺട്രോൾ വാൾവ്,
ആക്ച്വേറ്ററിൻ്റെ റോഡ് എൻഡ്, ഹെഡ് എൻഡ് തുടങ്ങിയ ഭാഗങ്ങൾ അതിനകത്തുണ്ട്. ഓക്കെ. In a hydraulic system, the electric motor pumps fluid from a reserve tank to hydraulic actuators, which are in general double acting piston cylinder assemblies. Okay. ഹൈഡ്രോളിക് സിസ്റ്റത്തിനകത്ത് നിന്ന് ഫ്ലൂയിഡ് ഒരു റിസർവ് ടാങ്കിൽ നിന്ന് അതിൻ്റെ ആക്ച്വേറ്ററുകളിലേക്ക് പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഒരു പിസ്റ്റൺ യൂസ് ചെയ്തിട്ട്. ഫ്ലൂയിഡ് അറ്റ് എ ഹയർ പ്രഷർ പാസസ് ത്രൂ കൺട്രോൾ വാൾവ്സ് ബിഫോർ ഇറ്റ് എൻട്രി ഇൻ ടു ദ ലീനിയർ ആക്ച്വേറ്റേഴ്സ്. റോട്ടറി ആക്ച്വേറ്റേഴ്സ് comprising of hydraulic motors which rotate continuously may also be employed. ആക്ച്വേറ്റേഴ്സ് ഇതിനകത്ത് ലീനിയർ ആക്ച്വേറ്ററും വരാം, റോട്ടറി ആക്ച്വേറ്ററുകളും നമുക്ക് യൂസ് ചെയ്യാം. ലീനിയർ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ലീനിയർ ആക്ച്വേറ്റർ യൂസ് ചെയ്യുന്നത്. റൊട്ടേഷണൽ പർപ്പസിനാണ് റോട്ടറി ആക്ച്വേറ്റേഴ്സ് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഹൈഡ്രോളിക് സിസ്റ്റം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലീനിയർ ആൻഡ് റൊട്ടേഷണൽ മോഷൻസ് പോസിബിളാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാങ്കിൽ നിന്ന് ഫ്ലൂയിഡ് പമ്പ് ചെയ്യുന്നു, ദെൻ അത് ഫിൽട്ടർ ചെയ്യുന്നു. അങ്ങനെ വരുന്ന പമ്പ്, ചെക്ക് വാൾവ്, അക്യുമുലേറ്റർ, സോളിനോയിഡ് കൺട്രോൾഡ് സ്പ്രിങ്, ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു, പാസ് ചെയ്യുന്നു. ദ ഫ്ലൂയിഡ് പാസസ് ത്രൂ എ ചെക്ക് വാൾവ്, accumulator, solenoid control spring, centered direction control valve to the cylinders used for extension of the valve. അങ്ങനെ അതിലൂടെയൊക്കെ പാസ് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ സർക്യൂട്ടിനകത്ത് ഇതിൻ്റെ ഫ്ലൂയിഡ് ഫ്ലോക്ക് ഇടയിൽ വാൾവുകളുണ്ട്. അത് ഡയറക്ഷണൽ വാൾവുകളാണ്. ദാറ്റ് ഈസ് യൂണി ഡയറക്ഷൻ. നമുക്കതിൻ്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ വാൾവിൻ്റെ ഫ്ലോ ഓഫ് ഫ്ലൂയിഡിൻ്റെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ. ദെൻ the accumulator helps the system to send additional fluid to the cylinder. അതൊരു റിസർവോയർ ആയിട്ടാണ് അക്യുമുലേറ്റർ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഫിഗറിനകത്ത് കാണിക്കുന്ന ഈ അക്യുമുലേറ്റർ നമുക്ക് എക്സ്ട്രാ ഫ്ലൂയിഡ് വേണമെങ്കിൽ ഓയിൽ ടാങ്കിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അക്യുമുലേറ്ററിൽ നിന്നാണ് അത് എടുക്കുന്നത്. ഓക്കെ. പെട്ടെന്ന് ഫ്ലൂയിഡ് ആവശ്യം വരുമ്പോൾ അത് അക്യുമുലേറ്ററിൽ നിന്നാണ് അത് സ്ക്വീസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് അവർ ടോപ്പിക് ഈസ് ന്യൂമാറ്റിക് ഡ്രൈവ് സിസ്റ്റം. ഈ ഫിഗറിനകത്ത് കാണിച്ചുള്ള ന്യൂമാറ്റിക് ഡ്രൈവ് സിസ്റ്റത്തിൻ്റെ ആർക്കിടെക്ചർ മീൻസ് സ്കിമാറ്റിക് ഡയഗ്രാം. ഇതിനകത്ത് കംപ്രസ്ഡ് എയർ ആണ് യൂസ് ചെയ്യുന്നത്. റോബോട്ടിൻ്റെ ആം മൂവ് ചെയ്യാൻ വേണ്ടി ന്യൂമാറ്റിക് പവർ ഡ്രൈവ് സിസ്റ്റംസ് യൂസ് കംപ്രസ്ഡ് എയർ. Air is compressed by an air compressor, and then the compressed air is directed through filter, regulator and lubricator units. Filter, regulator and lubricator. ഫിൽറ്ററും റെഗുലേറ്ററും ലൂബ്രിക്കേറ്ററും ഈ 3 യൂണിറ്റുകളെ കമ്പൈൻ ചെയ്തിട്ട് FRL യൂണിറ്റ് എന്ന് പറയും. FRL അതാണ് കംപ്രസറിൻ്റെ തൊട്ട് ഇടതുവശത്തായിട്ട് FRL യൂണിറ്റ് കാണിക്കുന്നത്. FRL മീൻസ് ഫിൽറ്റർ, റെഗുലേറ്റർ ആൻഡ് ലൂബ്രിക്കേറ്റർ യൂണിറ്റ്സ്. അങ്ങനെ FRLിലൂടെ പാസ് ചെയ്ത് ഹോസ് പൈപ്പിലൂടെ പാസ് ചെയ്ത് അത് then to the pneumatic cylinders through the directional control valve. For the stable supply, air compressor usually pumps air into a storage tank, and from there it passes through FRL units to the pneumatic cylinder. Okay. അപ്പോൾ ഇതിലൂടെ ഇതിൻ്റെ ഈ എയർ പാസ് ചെയ്യുന്നതിലൂടെ മുകളിലുള്ള ആ ഒരു പിസ്റ്റൺ വാൾവ്, പിസ്റ്റൺ നമ്മൾ എന്ത് ചെയ്യാണ്,
ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. As the air enters into the cylinder via the direction control valve, the piston moves on its outward stroke, and when the air is diverted to enter into the other end of the cylinder, the piston makes the return stroke. The return air is exhausted into the atmosphere. Okay. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്കിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹൈഡ്രോളിക് ആക്ച്വേറ്റർ ആൻഡ് ന്യൂമാറ്റിക് ആക്ച്വേറ്റർ.